നമ്മുടെ വീട്ടുമുറ്റത്തുള്ള N18 റംബൂട്ടാനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. N18 ഇനത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. അതിങ്ങനെ ഇവിടെ കായകളാവുമ്പോൾ ആ ഒരു സൈഡിൽ പൂവാണ് കേട്ടോ, പൂത്ത് തുടങ്ങുവാണ്. അതുപോലെ തന്നെ ഇവിടെ കായും അവിടെ പൂവായിട്ട് രണ്ട് സമയത്തായിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും കായകളാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. N18 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നല്ല റെഡ് കളറിലുള്ള നല്ല ഫ്ലഷോട് കൂടിയിട്ടുള്ള റംബൂട്ടാനാണ്. അപ്പോൾ ഇതിന് പഴുത്ത് കഴിയുമ്പോഴേക്കും നല്ല റെഡ് കളറിലേക്ക് മാറും. ഇത്രയും നമുക്ക് കായ്ഫലം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ കായ്ഫലം കഴിഞ്ഞതിന് ശേഷം, അതായത് ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൃത്യമായി തന്നെ പ്രൂൺ ചെയ്യുന്നു. അതും നന്നായി തന്നെ പ്രൂൺ ചെയ്യുന്നു. പ്രൂണിങ്ങിലൂടെയാണ് നമ്മൾ അടുത്ത ഒരു കൊമ്പ് വരുന്ന അതിൻ്റെ ഉള്ളിലേക്ക് ആ ബ്രാഞ്ച് വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഒരു 3-4 ബ്രാഞ്ചുകളായിട്ട് ഇത് വികസിക്കുകയാണ്. അപ്പം മരം ഭയങ്കരമായിട്ട് വലുതാവുകയും അതിൽ നിന്ന് അത്രയധികം നമുക്ക് ഈൽഡ് കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് കൃത്യസമയത്ത് കൊടുക്കുക. വേണ്ടാത്ത സമയമുണ്ട്, റംബൂട്ടാന് വെള്ളം തീരെ വേണ്ടാത്തൊരു സമയമുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ വെള്ളവും കൊടുക്കാറില്ല. അത് ആ ഒരു 2 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർഷാവർഷം കൊടുക്കുന്ന വളവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് ധാരാളം റംബൂട്ടാൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ പാകമായി നമുക്ക് കിട്ടും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.